ഫ്രണ്ട്സ്, കുത്തിവെച്ചതിൻ്റെ ക്ഷീണം ഉണ്ടെങ്കിലും ഞങ്ങൾ 2 മണിക്കൂറത്തെ വിശ്രമത്തിന് ശേഷം പിന്നെ ഇറങ്ങി. എൻ്റെ ഒരു കൂട്ടുകാരുടെ കയറി താമസം കേട്ടോ. അമ്മയ്ക്ക് വീഡിയോ കാണിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പിന്നെയും കാണിക്കും, അതെൻ്റെ മനസ്സുഖം. ഇനി ഞാൻ നിങ്ങളെ ഒരു സൂത്രം കാണിക്കട്ടെ. ആബ്രക്ക ആബ്രാ, ഇതാട്ടോ ആ സൂത്രം. എനിക്ക് സൈഡിൽ കൂടെ പോകുന്നത് പേടിയാണ്, എന്തോ താഴോട്ട് പോകുക എന്നുള്ളതൊക്കെ ആയിരിക്കും. അതിൻ്റെ അറ്റത്തും ഞാനൊരു മീനെ കണ്ടു കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അത് വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല, കാരണം ഫോൺ അങ്ങോട്ട് താഴ്ത്തി വെച്ച് നോക്കാൻ എനിക്ക് നല്ല പേടിയാണ്. അത് ഇനി ബസ് കിട്ടി. പിന്നെ ഞാൻ ബസ്സിൽ ഇരുന്നു. കുറച്ച് നേരം നോക്കി നിൽക്കേണ്ട വന്നു കേട്ടോ. ഇതേ അങ്ങനെ വീടെത്തി. അപ്പോൾ ഒരു ചേട്ടനോട് ചോദിച്ചു വീട് ഇതാണോ എന്നൊക്കെ. പിന്നെ ഞങ്ങൾ തപ്പിത്തെരഞ്ഞ് വന്നു വീട്ടിൽ. പിന്നെ തപ്പിത്തെരഞ്ഞ് വന്ന് ഇതാണ് വീട്. എനിക്ക് വീട് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല വീടായിരുന്നു. അപ്പം എൻ്റെ സ്കൂളിൽ നിന്നും ടീച്ചർമാരൊക്കെ വന്നായിരുന്നു, ക്ലാസ്സിലെ സ്റ്റുഡൻസും ഒക്കെ വന്നായിരുന്നു കേട്ടോ. അപ്പം ഞാനിനിയിപ്പോൾ ഫോൺ അങ്ങോട്ട് കാണും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാലം ഇട്ടിരുന്ന ഷൂ അങ്ങ് പതുക്കി അപ്പോഴാട്ടോ അങ്ങോട്ട് അങ്ങനെ വന്ന്. പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ഇപ്പം ഇനിയും വരുന്നതാണ് എൻ്റെ കൂട്ടുകാർ. അവിടെ റിയാക്ഷൻ നിങ്ങളൊന്ന് കണ്ടോളൂ. ശരിക്കും പറഞ്ഞാൽ ആൾ വരുമെന്ന് ഓർത്തില്ല. ആളുടെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ വക ചെറിയൊരു ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ക്ലാസ്സിൻ്റെ വക ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഫോട്ടോ എടുക്കാൻ ചിരിച്ചാട്ടോ. ചിരിച്ച് ഞങ്ങളിങ്ങ് കുളവാക്കി. പിന്നെ ഈ വീഡിയോ ഞാൻ ബുധനാഴ്ച ആയിരുന്നു ഈ സംഭവം കുത്തിവെച്ചതെല്ലാം. പിന്നെ ഇത് ഇടയ്ക്ക് ഞാനൊന്ന് ഇടാൻ മറന്നു പോയായിരുന്നു. പിന്നെ ഇപ്പം വോയിസ് ഓവർ കൊടുത്ത് ഒന്നിട്ടതാട്ടോ. ഫുഡൊക്കെ കഴിച്ചായിരുന്നു, പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ പുറകെ നിൽക്കുന്ന